നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് അവലോകനം നടത്താൻ ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പതിവ് പോലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തിയ പിണറായി വിജയനും MP ഗോവിന്ദനും മറ്റ് നേതാക്കളെ ഭയപ്പെടുത്തി തങ്ങൾക്ക് പറയാനുള്ളത് പറയാം എന്നാണ് കരുതിയത്. എന്നാൽ നേതാക്കൾ പൊട്ടിത്തെറിച്ചു. മിണ്ടാതിരുന്നിട്ടിനി കാര്യമില്ല, പറയാനുള്ളത് പറയാനും കേൾക്കാനും തിരുത്താനും സമയം കണ്ടെത്തണമെന്ന് നേതാക്കൾ പിണറായി വിജയനോടും ഗോവിന്ദനോടും പറഞ്ഞു. അടിമകൾ തലപൊക്കുന്നത് കണ്ട് പിണറായി ഒന്നമ്പരന്നു. പാർട്ടി അംഗങ്ങളുടെ മനസ്സുപോലും LDFന് അനുകൂലമായിരുന്നില്ല. ഉള്ളിലുള്ള കാര്യങ്ങൾ പറയാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് സംഘടനാ സംവിധാനം മാറി. അതുതന്നെയാണ് ആദ്യം തിരുത്തേണ്ടത്. അതിന് എല്ലാവരെയും തുറന്ന മനസ്സോടെ കേൾക്കണം. അഭിപ്രായങ്ങൾ തുറന്നു പറയാനും തിരുത്താനും എല്ലാവർക്കും അവസരമുണ്ട് എന്നവർക്ക് ബോധ്യപ്പെടുകയും വേണം. അല്ലാതെയുള്ള തിരുത്തലല്ല എന്ന് നേതാക്കൾ പിണറായി വിജയനോടും ഗോവിന്ദനോടും പറഞ്ഞു. ഇതോടെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പിണറായി വിജയൻ തല കുമ്പിട്ടിരുന്നത്. നേരത്തെ പതിവ് ശൈലിയിലാണ് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തിയത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് മാധ്യമങ്ങൾക്ക് വിശദമായൊരു കുറിപ്പ് പിണറായി നൽകിയിരുന്നു. ആ കുറിപ്പിൽ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ കാരണങ്ങളൊക്കെ അദ്ദേഹം നിരത്തി. ഇതേ കാരണങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ആവർത്തിച്ച് എല്ലാം തന്നിലേക്ക് കേന്ദ്രീകരിക്കാൻ കഴിയുമെന്ന് പിണറായി ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പേരിന് ചേർന്ന് 4 മണിക്ക് മുൻപായി അവസാനിപ്പിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. എന്നാൽ യോഗം തിരക്കിട്ട് തീർക്കേണ്ട, തങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കണമെന്നായി നേതാക്കൾ. ഒടുവിൽ നേതാക്കൾ മനസ്സു തുറന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് 13 മണിക്കൂറുകളാണ് നീണ്ടത്. പറയാനുള്ളതൊക്കെ സമയപരിധിയില്ലാതെ പറയണമെന്ന നേതാക്കളുടെ ആവശ്യം അംഗീകരിക്കപ്പെട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനും പതിവില്ലാത്ത വിധം വിമർശനങ്ങൾ നേരിട്ടു. അസഹിഷ്ണുതയോടെയുള്ള പെരുമാറ്റം അവസാനിപ്പിക്കണമെന്ന് നേതാക്കൾ പറഞ്ഞു. MP ഗോവിന്ദനെതിരെയുള്ള വിമർശനങ്ങൾ കടുകട്ടിയായിരുന്നു. സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് MP ഗോവിന്ദൻ മാറി നിൽക്കുന്നതാണ് ഉചിതമെന്ന് നേതാക്കൾ പച്ചയ്ക്ക് തുറന്നടിച്ചു. പതിവ് കാർക്കശ്യത്തിലാണ് പിണറായി വിജയൻ സെക്രട്ടേറിയറ്റ് യോഗത്തിനെത്തിയത്. എന്നാൽ നേതാക്കളുടെ മുഖഭാവം തിരിച്ചറിഞ്ഞ പിണറായി വിജയൻ കാർക്കശ്യം ഉപേക്ഷിച്ചു. ഒടുവിൽ രാത്രി 11 മണി വരെ നീണ്ട യോഗം. ഈ യോഗത്തിൽ 9 മണി വരെ പിണറായി വിജയൻ ഇരിപ്പുറപ്പിച്ചു. സർക്കാരിനെ കുറ്റപ്പെടുത്തിയുള്ള കാര്യങ്ങളിൽ വ്യക്തിപരമായ ചില മറുപടികൾ നൽകി. എന്നാൽ ദീർഘമായ ഒരു വിശദീകരണത്തിന് പിണറായി മുതിർന്നില്ല. സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രശ്നങ്ങൾ KK ശൈലജ ചൂണ്ടിക്കാട്ടി. ഒപ്പം തന്നെ മാറ്റി പരീക്ഷിച്ചതിലെ അസ്വസ്ഥത KK ശൈലജ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തുറന്നടിച്ചു. മുമ്പൊന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കുമ്പോൾ പിണറായി വിജയനെതിരെ തീവ്രമായ വിമർശനങ്ങൾ ഉയർത്താൻ നേതാക്കൾ ശ്രമിക്കാറില്ല. പിണറായിയെ അസ്വസ്ഥപ്പെടുത്തുന്ന വിമർശനങ്ങൾ സ്ഥിരമായി ഉപേക്ഷിക്കാറായിരുന്നു പതിവ്. എന്നാൽ ഇക്കുറി അതിന് മാറ്റം വന്നിരിക്കുന്നു. ഒരു ഉളുപ്പുമില്ലാതെ MP ഗോവിന്ദൻ ഈ വിമർശനങ്ങൾ കേട്ടിരുന്നു എന്നാണ് നേതാക്കൾ പിന്നീട് സ്വകാര്യ സംഭാഷണങ്ങളിൽ പറഞ്ഞത്. MP ഗോവിന്ദൻ സ്ഥാനമൊഴിയണം, പിണറായി വിജയൻ ശൈലി മാറ്റണം. 2 ആവശ്യങ്ങളാണ് നേതാക്കൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുന്നോട്ട് വെച്ചത്. തെരഞ്ഞെടുപ്പ് അവലോകനങ്ങളുടെ രീതിയിലും കാരണം കണ്ടെത്തലുകളിലുമൊക്കെ പരമ്പരാഗത ശൈലി ഉടർച്ചു വാർക്കണമെന്ന് നേതാക്കൾ പറഞ്ഞു. യോഗത്തിനുള്ള സമയം മുൻകൂട്ടി നിശ്ചയിച്ചതിന് ശേഷമായിരുന്നു ചർച്ചകൾക്ക് തുടക്കമിട്ടത്. എന്നാൽ വിമർശനങ്ങൾക്ക് സമയപരിധി നിശ്ചയിക്കരുത് എന്ന് ജനറൽ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടപ്പോൾ MA ബേബി ഇത് അംഗീകരിച്ചു. ഒരു ദിവസം മുൻപ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നതിന് മുൻപ് MA ബേബി പറഞ്ഞിരുന്നു, അണികൾക്കും നേതാക്കൾക്കുമൊക്കെ തുറന്ന വിമർശനങ്ങൾക്കുള്ള അവസരം ഒരുക്കി കൊടുക്കുമെന്ന്. പാർട്ടി നേതൃത്വത്തിനെതിരെ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനത്തിനുള്ള വേദി ഒരുക്കുമെന്ന് ജനറൽ സെക്രട്ടറി ഉറപ്പ് നൽകിയതനുസരിച്ചാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കട്ടയ്ക്ക് വിമർശനങ്ങൾ ഉന്നയിക്കാൻ ഒരുപിടി നേതാക്കൾ എത്തിയത്. ഇതനുസരിച്ചായിരുന്നു ആദ്യം യോഗവും വൈകിട്ട് 4 മണിക്ക് വാർത്താ സമ്മേളനവും നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ചത്. എന്നാൽ ഈ രീതിയൊന്നും ഇനി വേണ്ട എന്ന് നേതാക്കൾ ശഠിച്ചു. പാർട്ടിക്കുള്ളിൽ ഉയർന്ന ശക്തമായ എതിർവികാരം തിരിച്ചറിയാൻ കഴിയാതിരുന്നത് വലിയ വീഴ്ചയായി എന്ന് നേതാക്കൾ പറഞ്ഞു. കനത്ത പ്രഹരത്തെ കണക്ക് തിരുത്തി ന്യായീകരിക്കാൻ നിൽക്കരുത്. നേതാക്കൾ പറയുന്നതെല്ലാം അതേപടി ഉൾക്കൊണ്ടും അനുസരിച്ച് നീങ്ങുന്ന അണികളെ എപ്പോഴും പ്രതീക്ഷിക്കരുത്. കണ്ണൂരിലടക്കം തെറ്റായ തീരുമാനങ്ങളുണ്ടായി. ആത്മപരിശോധനയ്ക്കും തിരുത്തലിനും തയ്യാറായ തീരൂ. സമീപത്തൊന്നും ഉയരാത്ത വിമർശനങ്ങൾ പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദനും നേരിടേണ്ടി വന്നു. സ്വജന പക്ഷപാതത്തിലായിരുന്നു ആരോപണങ്ങളേറെ. ചുറ്റും നിൽക്കുന്നവർ ചെയ്യുന്നതെന്തും ന്യായീകരിക്കുന്ന ശൈലി അപകടം വരുത്തിവെച്ചു എന്ന് നേതാക്കൾ തുറന്നടിച്ചു. ഒരു വശത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റിലടക്കം നേതാക്കൾ പിണറായി വിജയനെയും ഗോവിന്ദനെയും നിർത്തിപ്പൊരിക്കുന്നു. മറുവശത്ത് അണികൾ സൈബറിടങ്ങളിലൊക്കെ കൂട്ടത്തോടെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്നു. പാർട്ടിയുടെ സൈബർ പോരാളികളൊന്നും പിണറായി വിജയനെയോ ഗോവിന്ദനെയോ സംരക്ഷിക്കാൻ എത്തുന്നില്ല.
ഈ തോൽവിയുടെ മുഖ്യ കാരണം MP ഗോവിന്ദനും ഭാര്യയുമാണ് എന്ന് പോരാളി ഷാജി ഉൾപ്പെടെയുള്ളവർ പരിഹസിക്കുന്നു. ഒതുക്കി നിർത്തിയ P ജയരാജനെ തിരിച്ചു വിളിക്കണമെന്ന ആവശ്യം സമൂഹ മാധ്യമങ്ങളിൽ ശക്തമാണ്. TK ഗോവിന്ദനെയും V കുഞ്ഞികൃഷ്ണനെയും വർഗവഞ്ചകരെന്ന് പറയാനാവില്ല എന്ന് TP രാമകൃഷ്ണൻ പ്രതികരിക്കുന്നു. സഖാക്കൾ പാർട്ടി യോഗങ്ങളിൽ നിർഭയമായി അഭിപ്രായം പറയണമെന്ന CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ ആഹ്വാനം ഉൾക്കൊണ്ടാണ് ഇപ്പോൾ വിമർശനങ്ങൾ ഉയരുന്നത്. തുറന്നടിച്ച് അഭിപ്രായം പറയാൻ അവസരമൊരുക്കുമെന്നാണ് ബേബി നേരത്തെ പറഞ്ഞത്. വീഴ്ചകൾ സംബന്ധിച്ച് യഥാർത്ഥ പരിശോധന നടത്തുമെന്ന ജനറൽ സെക്രട്ടറിയുടെ വാക്കുകൾ. മറുവശത്ത് ഇപ്പോഴും പാർട്ടിയുടെ അധികാര കേന്ദ്രത്തിൽ നിന്ന് വിട്ടൊഴിയാൻ പിണറായി വിജയന് മനസ്സ് വരുന്നില്ല. ഇക്കഴിഞ്ഞ ദിവസം ചേർന്ന ഇടതുമുന്നണി യോഗത്തിൽ പിണറായി വിജയന്റെ ഈ ശൈലി പ്രകടമായിരുന്നു. തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്നുള്ള വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ താൻ സഹിച്ചോളാം, അത് തനിക്ക് പ്രശ്നമല്ല എന്നാണ് ഇടതുമുന്നണി യോഗത്തിൽ പിണറായി പറഞ്ഞത്. തൽക്കാലം അതേക്കുറിച്ചുള്ള സംഭാഷണങ്ങൾ വേണ്ട. യോഗത്തിന്റെ തുടക്കത്തിലായിരുന്നു സമൂഹ മാധ്യമങ്ങളിലടക്കം തനിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങളെ ഉദ്ദേശിച്ച് മുഖ്യമന്ത്രിയുടെ പരാമർശം. ചുരുക്കത്തിൽ തന്നിലേക്ക് വിമർശനമുന നീട്ടേണ്ടതില്ല എന്ന സന്ദേശമാണ് മുന്നണി യോഗത്തിൽ ഘടകകക്ഷികൾക്കടക്കം പിണറായി നൽകിയത്. വിവിധ കാരണങ്ങളുണ്ട് പരാജയത്തിന്. ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാൽ തിരിച്ചു വരാം. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടാം. ചുരുക്കത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവാക്കി 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കാം എന്ന ഓഫറാണ് പിണറായി വിജയൻ ഇടതുമുന്നണി യോഗത്തിൽ മുന്നോട്ട് വെച്ചത്. വിചിത്രമെന്നല്ലാതെ എന്തു പറയാൻ. മുഖ്യമന്ത്രിയുടെ ഈ പരാമർശത്തെ തുടർന്ന് വ്യക്തി അധിക്ഷേപങ്ങളെക്കുറിച്ച് കൂടുതൽ പരാമർശങ്ങൾ യോഗത്തിലുണ്ടായില്ല. പിന്നെയല്ല പതിവ് പോലെ. മുൻപ് ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നടന്ന ഒരു യോഗത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ചില പ്രസ്താവനകൾ കയ്യോടെ തള്ളിക്കളയണമെന്ന നിർദ്ദേശം ഉയർന്നിരുന്നു. ആ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ യോഗത്തിൽ പങ്കെടുത്തു. പിണറായിയുടെ സൗകര്യാർത്ഥം തിരുവനന്തപുരത്ത് ചേർന്ന CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലായിരുന്നു ഈ വിഷയം ഉയർന്നു വന്നത്. വെള്ളാപ്പള്ളി പറയുന്ന ചില കാര്യങ്ങളിൽ വസ്തുതയുണ്ട്, എന്നാൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന രീതിയിലും ഭാഷയിലും പ്രശ്നങ്ങളുണ്ട്. ഒരു ന്യൂനപക്ഷ സമുദായത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് വെള്ളാപ്പള്ളി നടത്തുന്നത്. അതുകൊണ്ട് പാർട്ടി വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയണമെന്ന് അന്ന് ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യമുന്നയിച്ചിരുന്നു. ഇത് പിണറായി നിർദ്ദയം തള്ളിക്കളഞ്ഞു. ഇപ്പോൾ ഈ വിഷയങ്ങളടക്കം ചർച്ചയിലേക്ക് വരുന്നു. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്യുന്നതിന് മുൻപ് തോറ്റ സ്ഥാനാർത്ഥികൾ സ്വന്തം നിഗമനങ്ങളും അഭിപ്രായങ്ങളും പുറത്തു പറയുന്നതിനെതിരെ പാർട്ടിയിൽ അമർഷം. ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ അരുത് എന്ന് MP ഗോവിന്ദൻ എല്ലാ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകി. ആദ്യ ദിനങ്ങളിൽ മിണ്ടാതിരുന്ന പിണറായി വിജയൻ ഒടുവിൽ മാധ്യമങ്ങൾക്ക് ദീർഘമായൊരു പ്രസ്താവന നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMന് നേരിട്ട വൻ പരാജയത്തിനൊടുവിൽ പിണറായി വിജയൻ പ്രതികരിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 4ാം നാളാണ് പിണറായി വിജയന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പിലുണ്ടായ ജനവിധി ആദരവോടെ അംഗീകരിക്കുന്നു എന്ന് പിണറായി പറയുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് തീർത്തും അപ്രതീക്ഷിതമാണ് ഈ വിധി. എല്ലാവിധ എതിർപ്രചരണങ്ങൾക്കും ആക്രമണങ്ങൾക്കുമിടയിൽ LDFന് ജനങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് നന്ദി പറയുന്നു എന്നും പിണറായി വിജയൻ പറയുന്നു. 3ാം വട്ടവും ഞങ്ങൾ വിജയം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ജനവിധി മറ്റൊന്ന്. ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷമായി ഇനി പ്രവർത്തിക്കും. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന ഏത് നല്ല നടപടിയെയും ഞങ്ങൾ പിന്തുണയ്ക്കും. എന്നാൽ ജനവിരുദ്ധ തീരുമാനങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കും. കേരളത്തിന്റെ മതനിരപേക്ഷതയും ബഹുസ്വരതയും സംരക്ഷിക്കുക എന്നതാണ് ഇനി ഞങ്ങളുടെ ലക്ഷ്യം. ഈ തെരഞ്ഞെടുപ്പിലെ ചില സൂചനകൾ മതനിരപേക്ഷത സംരക്ഷിക്കണം എന്നാഗ്രഹിക്കുന്നവരെ ആശങ്കപ്പെടുത്തുന്നത്. BJP 3 സീറ്റുകൾ നേടിയത് ഗൗരവതരം. ഒരു വർഗീയതയോടും സന്ധി ചെയ്യാതെ വിഭജന രാഷ്ട്രീയത്തിനെതിരെയുള്ള പോരാട്ടം തുടരുമെന്ന് പിണറായി പറയുന്നു. LDFന് ഈ ജനവിധി അവസാനമല്ല, തുടർച്ചയായ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള പുതിയ തുടക്കം. ജനങ്ങളുടെ വിശ്വാസം മെച്ചപ്പെട്ട നിലയിൽ വീണ്ടെടുക്കാനും കൂടുതൽ ശക്തിയോടെ മുന്നോട്ടു പോകാനും പ്രതിജ്ഞാബദ്ധരാണ് ഇനി ഞങ്ങൾ. ഈ തെരഞ്ഞെടുപ്പിനിടയിൽ വ്യാപകമായ വ്യാജ പ്രചാരണങ്ങൾ നടന്നു. അതിൽ ചില മാധ്യമങ്ങൾ വഹിച്ച പങ്ക് ഗൗരവമായി പരിശോധിക്കപ്പെടണം. അർത്ഥസത്യങ്ങളെയും അതിശോക്തികളെയും വസ്തുതാവിരുദ്ധ പ്രചാരണങ്ങളെയും ആശ്രയിച്ച അവതരണങ്ങൾ ജനാധിപത്യത്തിനൊട്ടും ഗുണകരമല്ല. തെരഞ്ഞെടുപ്പ് ഫലം സമഗ്രമായി പരിശോധിക്കും. എല്ലാ പ്രവർത്തകരുടെയും അഭിപ്രായം കേൾക്കും. ജനാധിപത്യപരമായ തുറന്ന പരിശോധന ഉദ്ദേശിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം പൊതുസമൂഹത്തിൽ നിന്നും സഖാക്കളിൽ നിന്നും ഉയരുന്ന ആശങ്കകളും അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഗൗരവത്തോടെ പരിശോധിക്കും. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട് തീരുമാനമെടുക്കും. പുതിയ തിരുത്തലുകൾക്ക് താൻ സന്നദ്ധനാണ് എന്ന് പിണറായി പറയുന്നു. പക്ഷെ മറുവശത്ത് പ്രതിപക്ഷ നേതൃസ്ഥാനം ഇപ്പോഴും പിണറായി ആഗ്രഹിക്കുന്നുവെന്ന വാർത്തകൾ. അതുതന്നെയാണ് പിണറായിയുടെ വാക്കുകളിലുള്ളത്. പാർട്ടിയെയും മുന്നണിയെയും ഒറ്റക്കെട്ടായി ഇനിയും താൻ മുന്നോട്ട് കൊണ്ടുപോകും.
വരുന്ന 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFിനെ സജ്ജമാക്കുകയാണ് തൻ്റെ ലക്ഷ്യം. ഇനിയും പിണറായി നേതൃത്വത്തിൽ തുടർന്നാൽ ഈ പാർട്ടി ബംഗാളിന് സമാനമാകും എന്ന് പ്രവർത്തകരും അണികളുമൊക്കെ മറുവശത്ത് ഓർമ്മപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.